ശിഷ്യന്മാരുടെ ചോദ്യം, നിന്റെ ശിഷ്യന്മാർ എന്ത് ചെയ്തിരിക്കുന്നു? ശബത്തിനെ ലംഘിച്ചിരിക്കുന്നു. കർത്താവിനോട് ചോദ്യവുമായിട്ട് നേരെ വരിക. കർത്താവ് അവിടെയും പറയുന്ന പദം എന്നറിയാമോ? തിരുവഴുത്തിലൂടെയാണ് കർത്താവ് അവിടെ വെളിപ്പെടുത്തുന്നത്. ഉടനെ കർത്താവ് പറഞ്ഞു ദാവീദിന്റെ കാര്യം. ദാവീദ് വിശന്നിരുന്നപ്പം ദാവീദും കൂട്ടനും പുരോഹിതന്മാർക്ക് മാത്രം ഭക്ഷിക്കാവുന്നത് നിങ്ങൾ വായിച്ചിട്ടില്ല എന്നാ ചോദിക്കുന്നത്. കർത്താവ് ചോദിക്കുന്നത്, നിങ്ങൾ തിരുവഴുത്തറിയാത്തത് കൊണ്ട് ബുദ്ധിപരമാണെന്ന് ചിന്തിക്കുന്ന പല ചോദ്യങ്ങളുമായിട്ട് മുമ്പോട്ട് യാത്ര ചെയ്യുക. പക്ഷെ അതിന്റെ പുറകിലെ പ്രധാനപ്പെട്ട കാരണം തിരുവഴുത്തറിയുന്നില്ല. അതുകൊണ്ട് ദൈവമക്കളെ രാപ്പകലിത് ധ്യാനിക്കാൻ കൃപ ചോദിച്ചോണം. ഞാൻ ഈ ദിവസങ്ങളിൽ നമ്മുടെ മുഴുവൻ ദൈവമക്കളോടും അടുത്ത് എന്നിരുന്ന് പറയാവുന്നവരോടെല്ലാം പറയുന്ന ഒരു കാര്യം ഇതാ: വായിക്കാൻ പറ്റുന്നത്രയും, കണ്ണിന് കാഴ്ചയുള്ളത്രയും. ആമേൻ. ഇതില്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് എന്ത് നല്ല മനോഹരമായ ഓഡിയോ ബൈബിൾ ഉണ്ടെന്നറിയാമോ? സ്തോത്രം. വായിക്കാൻ കൃപ കുറവാണെങ്കിൽ അതിട്ടങ്ങ് കേൾക്കണം. കേട്ട് കേട്ട് വചനം ഹൃദയത്തിന്റെ അകത്തും ആമേൻ ശരീരത്തിലും വ്യാപരിക്കണം. നമ്മുടെ രോഗമുള്ള ഭാഗത്തോട്ടൊക്കെ വിശ്വാസത്തോടെ ഈ വചനം ഇങ്ങനെ കേട്ടും വചനം വായിച്ചും നീ ദൈവത്തിന് മഹത്വം കൊടുത്താൽ നിന്റെ മേൽ വാഴുന്ന അന്ധകാര ശക്തിയുടെ മേൽ ജയമെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് 119 സങ്കീർത്തനം 105 വാക്യത്തിൽ എഴുതിയത്, നിന്റെ വചനം എന്റെ കാലിന് ദീപവും. ആ സ്തോത്രം. വചനം വേണ്ടതുപോലെ ഹൃദയാന്തർഭാഗത്ത് നിറയ്ക്കണം. വചനത്തിൽ ധ്യാനിക്കണം. വചനത്തിന്റെ മുൻപിൽ ഇരിക്കണം. വചനം വായിക്കുകയും കേൾക്കുകയും അതിനുവേണ്ടി ജാഗരിക്കുകയും ചെയ്യണം. ഒന്നുകൂടെ ഓൺലൈനിലൂടെ കേൾക്കുന്ന അല്ലെ ഇവിടെ ഇരിക്കുന്നവരിൽ വായിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, കണ്ണിന് കാഴ്ചയില്ല, എനിക്ക് മറ്റു പ്രയാസമുണ്ടെന്നുള്ളവരുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയാ, നല്ല മനോഹരമായ ഓഡിയോ ബൈബിളുകളുണ്ട്. ജസ്റ്റ് ഒരു ചെറിയ പൈസയ്ക്കൊക്കെ അത് കിട്ടും. എനിക്കൊന്ന് അന്വേഷിച്ചാൽ ഫ്രീ ആയിട്ട് കിട്ടുന്നുള്ളതുണ്ട്. അത് ധാരാളം ഉപയോഗിച്ചാൽ നന്നായിട്ട് വചനം ഹൃദയത്തിൽ. ചിലർക്ക് വായിക്കുന്നതിനേക്കാൾ കേട്ടാൽ കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റുന്നവരുണ്ട്, കൂടുതൽ ഗ്രഹിക്കാൻ പറ്റുന്നവരുണ്ട്. എന്താ ഇതിന്റെ പ്രത്യേകത എന്ന് പറയാം? വചനം ഹൃദയത്തിൽ വീഴണം, വചനത്തെ മുറുകെ പിടിക്കണം. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 4-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം, ദൈവത്തിന്റെ വചനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് ജീവനുള്ളതാണ്, അത് ചൈതന്യമുള്ളതാണ്. ജീവനുള്ളത്. വചനം കേൾക്കാത്തത് കൊണ്ട്, വചനം വായിക്കാത്തത് കൊണ്ട്, വചനം അകത്തില്ലാത്തത് കൊണ്ട് ആമേൻ പലതിന്റെയും നടുവിൽ നമ്മൾ തോറ്റുപോവുക, തെറ്റിച്ചു കളയുക. നമ്മൾ തെറ്റാതിരിക്കണമെങ്കിൽ വചനത്തിൽ ഉറപ്പ് പ്രാപിക്കണം. വചനം അതിന്റെ പ്രത്യേകത കണ്ടോ?